യുക്രൈൻ റഷ്യ സമാധാന ഉടമ്പടി ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലേക്ക് പോകുമെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ട്. 2.5 വർഷത്തോളമായി നീണ്ടു നിൽക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്താൻ ഇന്ത്യയുടെ മധ്യസ്ഥത നിർണായകമാകുമെന്നും ഈ പശ്ചാത്തലത്തിലാണ് നീക്കമെന്നും കരുതുന്നതായി CNN ന്യൂസ് 18 റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഡോവൽ എന്നാണ് റഷ്യ സന്ദർശിക്കുക എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ല. കഴിഞ്ഞ ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചിരുന്നു. ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്ന് അന്ന് പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ ഓഗസ്റ്റിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും കീവിൽ വെച്ച് മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സമാധാനത്തിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അദ്ദേഹവുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പുടിനുമായി ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. സംഭാഷണത്തിൽ ഇന്ത്യൻ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ യുക്രൈൻ റഷ്യക്കിടയിലെ സമാധാന പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ചർച്ച ചെയ്യാൻ മോസ്കോയിലേക്ക് അയക്കുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നതായാണ് വിവരം. റഷ്യ യുക്രൈൻ സന്ദർശനത്തിന്റെ പിന്നാലെ US പ്രസിഡന്റ് ജോ ബൈഡനുമായി യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോൺ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച ചെയ്തിരുന്നു. അടുത്തിടെ റഷ്യ യുക്രൈൻ തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് സാധിക്കുമെന്ന് പുടിൻ ഒരു അഭിമുഖത്തിനിടെ വ്യക്തമാക്കിയിരുന്നു. റഷ്യ യുക്രൈൻ സന്ദർശനത്തിന് പിന്നാലെ US പ്രസിഡന്റ് ജോ ബൈഡനുമായും യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോൺ വഴി പ്രധാനമന്ത്രി മോദി ചർച്ച ചെയ്തിരുന്നു. അടുത്തിടെ റഷ്യ യുക്രൈൻ തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യയും ചൈനയും ബ്രസീലിനെയും പുടിൻ ക്ഷണിച്ചിരുന്നു. അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ ഇന്ത്യക്കും ചൈനയ്ക്കും പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി വ്യക്തമാക്കി. എന്നാൽ യുക്രൈനെ ഒഴിവാക്കി സംഘർഷം പരിഹരിക്കുകയെന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും ആവാത്ത കാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. യുക്രൈൻ പ്രശ്നം ചർച്ച ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പിന്നാലെയാണ് മെലോനിയുടെ പ്രതികരണം. ഇന്ത്യ പ്രതിസന്ധി പരിഹരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്നും പുടിൻ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മെലോനിയുടെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.